മിക്ക ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. വേറൊന്നുമല്ല, പ്രത്യേകിച്ച് മധുരമോ ഒന്നുമില്ലാത്തൊരു ഫ്രൂട്ടാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ റീസെൻ്റ്ലി ആയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് തുടങ്ങി. അത് വേറൊന്നും കൊണ്ടല്ല, വീട്ടിനടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യത്തെ വട്ടം കഴിച്ചു. ഫ്രം ദ ഷോപ്പ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മധുരവും അത്യാവശ്യമുണ്ട്, നല്ല കളറാണ്, നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. മധുരമുണ്ട്, കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല. കടയിൽ നിന്ന് വാങ്ങുന്നത് മിക്കപ്പോഴും മധുരമില്ലാത്തൊരു സാധനമാണ്. ഇത് നിങ്ങളതിൻ്റെ കളറ് കണ്ടോ? ജസ്റ്റ് ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ കയ്യിലും അതുപോലെ തന്നെ നാക്കിലൊക്കെ നല്ല കളറാവും, മധുരമുണ്ട്. ഞാനിത് ഷേക്കൊക്കെ അടിച്ച് കുടിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാനിത് വാങ്ങി തുടങ്ങിയത്. ഇപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. ഈ പ്രാവശ്യം കൃഷി കുറവായിരുന്നു, അതുകൊണ്ടൊരു 2-3 പീസ് മാത്രമാണ് നമുക്ക് സെയിലിൽ വാങ്ങാൻ പറ്റിയത്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മളുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന അടുത്തുനിന്ന് വാങ്ങിച്ച് നോക്കുക. അത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. എക്സ്പെഷ്യലി ഈ പിങ്ക് കളറുള്ളത്. വൈറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. വൈറ്റ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ആണ് കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷേ ഇത് പിങ്കിഷ് ആയിട്ടുള്ളത്, നാടനായിട്ടുള്ള സാധനം നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു ഗ്രാമപ്രദേശത്തിലാണ്. ഇവിടെ ഇതിൻ്റെ കൃഷിയുള്ളത് തന്നെ വാങ്ങാൻ പറ്റും. പിന്നെ നമുക്ക് കൃഷിഭവനുണ്ട്, അവിടെ നിന്നും ഈ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങാൻ പറ്റും. ഇത് ഏകദേശം നല്ല വലിപ്പമുള്ളതാണ്, കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല, നല്ല ടേസ്റ്റുമാണ്. സോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി നോക്കുക. താങ്ക്